ഇന്നത്തെ ആലത്തൂർ വാർത്തകൾ വായിക്കുന്ന സുബിൻ ഷെരീഫ്. തിന്നുലേപനം. ഇന്ന് പുതുവർഷം 2025 ജനുവരി മാസം 1, 2025 ബുധനാഴ്ചയാണ് ഇന്ന് വരുന്നത്. മലയാള മാസം 1200, ധനുമാസം 17 വരുന്നത്. അറബി മാസം വന്നിട്ട് ജമാഅത്തുൽ ആഖിർ 29. മുഖ്യ വാർത്തകൾ. പുതിയ വർഷം ഇന്ന് ആരംഭിക്കണം. പുതിയ വർഷം, പുതിയ മാസം, പുതിയ ദിവസം 2025 SYSൻ്റെ തൃശ്ശൂർ ആമ്പല്ലൂരിൽ വെച്ച് നടന്ന സമ്മേളനം, 3 ദിവസത്തെ സമ്മേളനം വിജയിച്ചു. ഉമാ തോമസ് വീണ് പരിക്കേറ്റ് ആശുപത്രിയിൽ. വെറുതെ കൃഷിനാശം, കൃഷിക്കാർ യോഗം ചേർന്നു. മാർച്ച് മാസത്തിൽ ആലത്തൂർ ധർമാശുപത്രിയിലെ OP കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. പണി തീർന്നു. അഞ്ചാവ് കേസിൽ പ്രതിഭ MLA മകനെ അറസ്റ്റ് ചെയ്ത വകയിൽ അവിടുത്തെ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറിനെ ദൂരത്തേക്ക് സ്ഥലം മാറ്റി. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ റെക്കോർഡ് വിൽപ്പന. തൃശ്ശൂർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ യുവാവിനെ കുത്തിക്കൊന്നു. ഡാൻസുകാരിൽ നിന്ന് കണ്ടമാനം പൈസ പിരിച്ചു അഴിമതി നടത്തിയെന്ന് ആരോപണം. നിമിഷപ്രിയ എന്ന യുവതിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണ നിയമം യമനിൽ പാസാക്കി. വാർത്തകൾ വിസ്തരിച്ച്. പുതിയ വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. 2024 ഇന്നലത്തോടുകൂടി കഴിഞ്ഞു. ഇനി ഇക്കൊല്ലം എന്തൊക്കെ കാണണം, എന്തൊക്കെ ആഘോഷങ്ങൾ, എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി. ഇന്ന് നല്ല ദിവസമാണെങ്കിൽ ഇക്കൊല്ലം മുഴുക്കനും നല്ല ദിവസമായിരിക്കും എന്നാണ് പറയുന്നത്. SYSൻ്റെ മനുഷ്യപ്പറ്റിലേക്ക് ഉത്തരവാദിത്വം എന്ന പ്രമേയത്തോടുകൂടി 3 ദിവസം നടന്ന സമ്മേളനത്തിൽ കേരളത്തിൻ്റെ അവിടുന്നും ഇവിടുന്നൊക്കെ നിറച്ചും തലയിക്കെട്ടുകാരും ഉസ്താക്കന്മാരും യുവാക്കളും SYSൻ്റെയും അല്ലാത്തവരുടെയും സംഘകുടുംബത്തിലെ അംഗങ്ങളൊക്കെ നിറച്ചും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് മുൻനിര നേതാക്കൾ, മുഖ്യമന്ത്രി വരെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടന പ്രസംഗം നടത്തിയിട്ടുണ്ടായിരുന്നു. പല ദിക്കുകളിൽ നിന്നും പല ആളുകൾ വണ്ടിയും വാഹനവും പിടിച്ച് 3 ദിവസത്തോളമുള്ള പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു. തൃശ്ശൂർ ആമ്പല്ലൂർ പറയുന്ന സ്ഥലത്താണ് വെള്ള ടാർപ്പായി വലിച്ചു കെട്ടിയ കെട്ടിടങ്ങളൊക്കെ തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയിട്ട് ഇരുന്നിട്ടാണ് സമ്മേളനം കൊണ്ടത്. ആലത്തൂർ ഭാഗത്തുനിന്ന് 40 SYSൻ്റെ പ്രവർത്തകർ വെയിലൊന്നും വകവയ്ക്കാണ്ട് 50 കിലോമീറ്റർ ദൂരമുള്ള ആമ്പല്ലൂർ പറയുന്ന സ്ഥലത്തേക്ക് നടന്നുപോയി. ഇവിടുന്ന് നിറച്ചു ആൾക്കാർ അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നടന്നുപോയതിൽ ചേതലി സക്കാഫി ഉസ്താദും ഇബ്രാഹിം മുസ്ലിയരും അങ്ങനെ കുറേ നേതാക്കൾ അതിന് നേതൃത്വം കൊടുത്തു. വലിച്ചു നടന്നു എന്നാണ് പറയുന്നത്. എട്ടക്കുളം, വടക്കഞ്ചേരി, വാണിയമ്പാറ, മുടിക്കോട്, മണ്ണുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവർക്ക് നല്ല സ്വീകരണം കിട്ടി. ഖലീൽ ബുഖാരി തങ്ങളും മറ്റു വലിയ നേതാക്കളും പണ്ഡിത ശ്രേഷ്ഠന്മാരും അവർക്ക് നല്ല സ്വീകരണം നൽകി. അവനെ നടന്നു വന്ന് നന്നായി പറഞ്ഞിട്ടൊക്കെ അവനെ അഭിനന്ദിക്കാൻ മറന്നില്ല. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും SYSൻ്റെ സന്ദേശം എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ നടന്നുവരലിൻ്റെ ഉദ്ദേശം. തോമസ് മുൻ MLAൻ്റെ ഭാര്യ ഉമാ തോമസ് MLA ഒരു സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ നിന്ന് ചോട്ടിക്ക് വീണ് നല്ലപോലെ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് സംഭവം. 2 ദിവസം മുമ്പായിരുന്നു. അവിടെ പരിപാടികൾ കാണാനും ഉദ്ഘാടനം ചെയ്യാനും വേണ്ടിയിട്ട് തട്ടുമ്പുറത്തേക്ക് കയറിയിട്ട് എന്തോ കണ്ണ് തെറ്റിയതാണ്. മുമ്പത്തുള്ള കൈവരി ആണ് പറഞ്ഞിട്ട്, കമ്പിയാണ് പറഞ്ഞിട്ട് പിടിച്ചു.
നീല നാട കെട്ടി തിരിച്ചായിരുന്നു. പിടിച്ച് നില തെറ്റിയിട്ട് തലകുത്തി അവർ വീണ വീഴ്ചയിൽ മുഖത്തിനും ശ്വാസകോശത്തിനും തലയ്ക്കും അവർക്ക് ഗുരുതരമായി പരിക്ക് പറ്റി. ആ സ്റ്റേജ് കെട്ടിയവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്, നടപടികളെടുക്കുമെന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ സിനിമാ നടി ദിവ്യ ഉണ്ണിൻ്റെ ഡാൻസ് പരിപാടി കാണാനും അതിനെ ചുറ്റിയും പറ്റി 12,000 കുട്ടികൾ യൂണിഫോം സാരിയെ കൊടുത്തിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ പ്രതിപക്ഷത്തുനിന്നും ഭരണപക്ഷത്തുനിന്നും പല നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പം തന്നെ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ചികിത്സയ്ക്ക് വിധേയമാക്കി. ഇന്ന് വിളിച്ചു ആകുമ്പോൾ പറയുന്നത് കേട്ടു, അവർ കണ്ണ് തുറന്നു, ബോധം വന്നു, ഇനി അവർ ജീവിതത്തിലേക്ക് വരുന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അവിടെ നൃത്തം ചവിട്ടാൻ വേണ്ടി വന്ന പെണ്ണുങ്ങളുടെ 2,000 മുതൽ 5,000 ഉറുപ്യ വരെ പൈസ പിരിച്ചിട്ടുണ്ട്, കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. വന്നവർക്ക് ആർക്കും തന്നെ അവിടെ ഇരിക്കാൻ നിൽക്കാനുള്ള വേണ്ട വല്ല സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. രക്ഷിതാക്കൾ വക്കാണുണ്ടാക്കി. വെറുതെ കൃഷിനാശം ഉണ്ടായാൽ ശരിയായില്ല, ഞങ്ങളുടെ വരുമാനം നിലയ്ക്കും എന്ന് പറഞ്ഞിട്ട് നെന്മാറ ഭാഗത്തുള്ള കുറേ കർഷകർ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പാടുപെട്ടുണ്ടാക്കിയ വാഴയും മറ്റ് കൃഷികളൊക്കെ നാശമായിക്കൊണ്ടിരിക്കുകയാണ്, കാട്ടാൻ്റെ ശല്യം ഒക്കെ കാരണം ഞങ്ങൾക്ക് ഓണത്തിനും മുഴുവനൊന്നും പച്ചക്കറി വെക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വരുന്നതെന്ന് പറഞ്ഞ് അവർ നെന്മാറ ഭാഗത്ത് എല്ലാവരും കൂടിയിട്ട് യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ സമരത്തിന് വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാട്ടാന തുടർച്ചയായിട്ട് കൃഷിനാശം വരുത്തിയ പ്രദേശത്തെ കർഷകരാണ് അങ്ങനെ യോഗം ചേർന്ന്. പഴതറക്കാട്ടിൽ യോഗം ചേർന്നു. കണ്ണോട്, അരാക്കുളമ്പ്, പൊന്മല, ഏലന്തക്കുളമ്പ്, അളുവാശ്ശേരി, മനങ്ങോട്, തേവർമണി എന്നീ പാടശേഖര സമിതിയിലെ അംഗങ്ങളാണ് യോഗത്തിൽ പങ്കെടുത്തത്. സൗരോർജ്ജ വേലി സ്ഥാപിക്കുക, കൃഷിനാശം നേരിട്ട കർഷകർക്ക് ആവശ്യത്തിന് പൈസ കൊടുക്കുക, കാട്ടിലത്തെ നിയമങ്ങൾ പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത്. ഫോറസ്റ്റ് ഓഫീസർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ ആലത്തൂർ ധർമാസത്തിൻ്റെ OP കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. പണി ഏതാണ്ട് പകുതി മുക്കാലും കഴിഞ്ഞു. 14.5 കോടി ഉറുപ്പ്യാണത്രേ അതിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ച്. കുറേ ദിവസമായിട്ട് ചോട്ടിലത്തെ ആണുങ്ങളുടെ പാർട്ടിലും പെണ്ണുങ്ങളുടെ പാർട്ടിലും ഒക്കെ ഓരത്ത് മേശയും കസാലയിട്ടിട്ടാണ് ഡോക്ടർമാർ OP പരിശോധന നടത്തിയത്. അത്യസന്ന നിലയിൽ കൊണ്ടുവരുന്ന രോഗികളെയും പരിശോധിക്കാൻ അവിടെ സംവിധാനം തൽക്കാലം ഒരുക്കിയിട്ടുണ്ട്. എങ്കിലും വരുന്നവർക്കും പോണവർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പുതിയ കെട്ടിടം വന്നു കഴിഞ്ഞാൽ സൗകര്യങ്ങളും കൂടും. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. MLA ഫണ്ട്, MP ഫണ്ട് തുടങ്ങിയ ഫണ്ടുകളിൽ നിന്നൊക്കെ ആവശ്യത്തിന് പണം വേണ്ടുവോളം കിട്ടിയിട്ടുണ്ട്. പണിയൊക്കെ പടക്കം പോലെ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. കഞ്ചാവ് കേസിൽ പ്രതിഭ MLAൻ്റെ മകനെ കുറ്റക്കാരനായതിൻ്റെ പേരിൽ ആ ചെക്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിൻ്റെ പേരിൽ അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ SIൻ്റെ PK ജയരാജനെ ദൂരസ്ഥലത്തേക്ക് സ്ഥലം മാറ്റി. അതിൻ്റെ പക മൂട്ടിയതാണ് എന്നാണ് പറയുന്നത്. MLA പറയുന്നത് എൻ്റെ ചെക്കൻ അങ്ങനെയൊന്നും കാട്ടില്ല, അവന് വേറെന്തോ സാധനം കൈവച്ചു എന്നാണ്, കഞ്ചാവ് ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അത് ശരിയല്ല, ഞങ്ങൾ തൊണ്ടി മുതൽ കൈയോടെ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ ചെക്കൻ അറസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് കള്ള് പോലീസിൻ്റെ മുതിർന്ന ഓഫീസർ PK ജയരാജൻ പറഞ്ഞു. എന്ത് വന്നാലും ശരി, അയാളിന് സ്ഥലം മാറ്റിയിട്ടേ കാര്യമുള്ളൂ എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു. പിന്നെ കാസർകോട്ടേക്ക് സ്ഥലം മാറ്റി. PK ദാസ് ആശുപത്രിയിൽ
50 ഉറുപ്പ്യക്ക് ഒ പി ടിക്കറ്റ് കൊടുത്തിട്ട് സൗജന്യ നിരക്കിൽ സൂക്കട് നോക്കി കൊടുക്കുന്നുണ്ട് ന്യൂ ഇയറായിട്ട് എന്ന് പറയുന്നത് കേട്ടു. ചികിത്സയൊക്കെ കമ്മിയായിട്ടാണ് ഇപ്പോൾ വാങ്ങുന്ന പീസുകൾ എന്ന് പറഞ്ഞു. IC ചാർജിന് കുറവുണ്ടോ ചോദിച്ചപ്പോൾ അവരൊന്നും മുണ്ടിയില്ല എന്നാണ് പറയുന്നത് കേട്ടത്. ക്രിസ്മസും ന്യൂ ഇയറിൻ്റെയും കൂടിയുള്ള ലോട്ടറി ഗവൺമെൻറ് ഇറക്കി. ഇപ്പോൾ തന്നെ 13.5 ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. അതിൽ 2,70,000 ടിക്കറ്റ് പാലക്കാട്ടിലാണ് വിറ്റത് എന്നാണ് പറഞ്ഞു വരുന്നത്. വില വന്നിട്ട് 400 ഉറുപ്പ്യാണ്. ഒന്നാം സമ്മാനം വന്നിട്ട് 20 കോടി ഉറുപ്പ്യാണ് കൊടുക്കുന്നത്. രണ്ടാം സമ്മാനം 20 ആൾക്ക് 1 കോടി ഉറുപ്പ്യ വെച്ചിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെയും അതിൻ്റെ താഴെ തൊങ്ങനി സമ്മാനങ്ങളൊക്കെ ഉണ്ട്. 10 ലക്ഷവും 5 ലക്ഷവും 2 ലക്ഷവും 1 ലക്ഷം ഒക്കെ 20 വെച്ച് ആളുകൾക്ക് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും ഒടുക്കം കിട്ടുന്ന സമ്മാനം 400 ഉറുപ്പ്യാണെന്ന് പറഞ്ഞു. ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് അതിൻ്റെ നറുക്കെടുപ്പ് വരുന്നത്. ഡാൻസുകാരിൻ്റെ പൈസ കണ്ടമാനം വാങ്ങിയതിൽ അഴിമതി നടന്നിട്ടുണ്ട്. കോടിക്കണക്കിൻ്റെ അഴിമതി നടന്നിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. ഒരേപോലത്തെ സാരി ചുറ്റിയിട്ട് വന്ന് ഡാൻസ് കളിച്ചിട്ട് അവസാനം ചീത്തപ്പേരുണ്ടായി എന്നാണ് പറയുന്നത്. ദിവ്യ ഉണ്ണിൻ്റെ കൂട്ടം കേട്ടിട്ടാണ് ഞങ്ങൾ അവിടെ ഒന്ന് ഗിന്നസിൽ റെക്കോർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് വയനാട് ആസ്ഥാനമായിട്ടുള്ള ഒരു ഓഫീസിൽ നിന്ന് കുട്ടികളെ പറഞ്ഞു വിട്ടത്. കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നുമായിട്ട് 12,000 പെണ്ണുങ്ങൾ നൃത്തം ചവിട്ടാൻ വേണ്ടിയിട്ട് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നുണ്ടായിരുന്നു. കുറേ കൊല്ലങ്ങളായിട്ട് നിമിഷ പ്രിയ യമനിലെ ജയിലിൽ കിടക്കുകയാണ്. കൊലക്കേസിൽ പ്രതിയാണ് എന്നാണ് അവർ പറയപ്പെടുന്നത്. അതിന് മോചനം കിട്ടാൻ വേണ്ടി എത്ര കോടി വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാണ് പറഞ്ഞിട്ട് അതിൻ്റെ അമ്മ യമൻ എന്ന സ്ഥലത്ത് മാസങ്ങളായിട്ട് താമസിക്കുന്നുണ്ട്. എന്ത് വന്നാലും ശരി യമനിൽ കിടക്കുന്ന ന്യൂഷപ്രിയയ്ക്ക് വധശിക്ഷയാണ് കിട്ടാൻ പോണത്. 1 മാസത്തിനുള്ളിൽ വധശിക്ഷ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലും എന്നൊക്കെയാണ് അവിടുത്തെ ഗവൺമെൻറ് പറയണത്. പൈസ കൊടുത്തിട്ട് നടക്കില്ല എന്നൊക്കെയാണ് പറയണത്. കൊല്ലംകോട്ടിലുള്ള ഒരു യുവതിയാണ് നിമിഷപ്രിയ എന്നവർ. യമനിൽ സ്വന്തമായിട്ട് ക്ലിനിക്കും ഒക്കെ തുടങ്ങി ജീവിതം പച്ച പൊടിച്ച് വരുമ്പോഴാണ് അവിടുത്തെ ആൾ പറഞ്ഞ് എനിക്ക് നല്ല ലാഭമുള്ള പരിപാടി ഉണ്ടാക്കിത്തരാം, എനിക്ക് ജീവിതം നൽകുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെണ്ണിനെ വശത്താക്കാൻ നോക്കിയത്. അയാളുടെ കയ്യിലിരിപ്പും ചേലുകേടും ശരിയല്ലെന്ന് മനസ്സിലായപ്പോൾ അയാളിനെ കൊല്ലാൻ അവർ തീരുമാനിച്ചു. കൊന്നിട്ട് അതിൻ്റെ ശരീരഭാഗങ്ങൾ വെള്ള ടാങ്കിൽ ഇട്ടുവെച്ചു. അതെങ്ങനെ പുറം ലോകം അറിഞ്ഞ് അവരിനെ പോലീസ് കേസെടുത്ത് ജയിലിലിട്ടു. അവിടെ നിന്നിട്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അവർ പറയുന്നത് സ്വയരക്ഷയ്ക്ക് വേണ്ടി അയാളിനെ കൊലപ്പെടുത്തിയതാണ്, ഞാൻ യഥാർത്ഥത്തിൽ കുറ്റക്കാരിയല്ല എന്ന് പറഞ്ഞു നോക്കിയെങ്കിലും യമനിലെ കോടതി സമ്മതിച്ചില്ല. ഈ മാസം അവസാനത്തിനുള്ളിലായിട്ട് വധശിക്ഷ നടത്തുമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇന്നത്തെ ആദ്യത്തെ വാർത്തകൾ കഴിഞ്ഞു.